ഹലോ ഗേയ്സ്. അപ്പം നിങ്ങൾ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നോട്ട് ചെയ്തവരുണ്ടോ? അതായത് ഒന്ന് നമ്മുടെ റിവ്യൂ, തുളസി ഹിന്ദി വെർഷൻ്റെ റിവ്യൂ, ആൻഡ് ഓൾസോ നമ്മുടെ ക്യാമില്ലേ, എന്താ അതിന് പറയാം, നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു, എനിക്കതിന് കറക്റ്റ് പേര് കിട്ടുന്നില്ല, ക്യൂബോയുടെ ക്യാമില്ലേ, അപ്പോൾ ആ ക്യാമിൻ്റെ റിവ്യൂ. ഇത് രണ്ടും നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ആ ഡിഫറൻസ് നോട്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു എൻ്റെ സ്ഥിരം പ്രേക്ഷകർ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ക്യാമറ എടുത്തു തരുന്ന ആൾ കറണ്ട് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. സോ വാട്സപ്പ് ഗൈസ്, കുറച്ച് വീഡിയോസിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം പകല ഇപ്പം ഞാൻ ഫ്രീ അല്ല, ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോകുന്നുണ്ട്. സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട് ഫോർ എബ്രോഡ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എറണാകുളം വന്നതേ ഉള്ളൂ. ഞാനപ്പം ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, വളരെ എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. പാരലലി ഞാൻ വേറെ കുറച്ച് ഇൻ്റർവ്യൂസ് കൂടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ ഇപ്പം നോട്ട് പോസിബിൾ. ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ പോസിബിൾ അല്ല. പിന്നെ മ്യൂസിക്കൽ ആയിട്ടുള്ള വർക്ക്സ് ആണെങ്കിലും കുറച്ചൊന്നും ഇപ്പം ബാക്കിലോട്ടാണ്, കമ്പോസിങ്, റൈറ്റിംഗ്, സിംഗിങ് ഒക്കെ. ബട്ട് ഐ എം ലേണിങ് എവറി ഡേ. അതിനെ ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഐ എം ലേണിങ്. അതായത് ഒരു മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഐ എം ലേണിങ് കർണാട്ടിക് മ്യൂസിക്. മിനിമം ആണ്, മാക്സിമം ഒരു 2 hours ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം എന്ന് പറയുമ്പോഴും. ഞാൻ ലാസ്റ്റ് ഡേ ഞാൻ ബസ്സിലിരുന്ന സമയത്ത് ഐ റോട്ട് സംതിങ്. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ട്രഡീഷണൽ ഒരു പാതയിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ചൊരു എന്താ പറയുക, ഒരു റാപ്പ് പോലത്തെ ഒരു കുറച്ച് വരികളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാം ചോദിക്കാറുണ്ട്, എപ്പോഴും വളരെ ട്രഡീഷണൽ ആയിട്ടാണല്ലോ ഈ എഴുത്ത് മാത്രമല്ല കമ്പോസിങ് എല്ലാം പോകുന്നത്, എന്തുകൊണ്ട്? കാരണം പഴയ എഴുത്തുകാര്, സോറി ഇപ്പം കുക്കറിൻ്റെ വിസിൽ കേൾക്കും. സോ പഴയ എഴുത്തുകാർ വരെ ഇപ്പം അപ്ഡേറ്റ് ചെയ്ത് റാപ്പൊക്കെ എഴുതുന്ന കാലമാണ്. എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എൻ്റെ ഒരു റാപ്പ് സോങ് വരുന്നുണ്ട്. അത് ഞാൻ എപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് റെഡിയാക്കും, ഐ ഡോണ്ട് നോ, ഹി ഓൺലി നോസ്. ബട്ട് ഞാൻ അത് ചെയ്യുന്നത്, അത് ലൈക്ക് എല്ലാം സ്പോണ്ടേനിയസ്ലി വരുന്നതാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുക ഈസ് ഓൾവേസ്, ക്രിയേറ്റിവിറ്റി ഈസ് ഫുൾ എന്താ പറയുക, ഡിവൈൻലി ഒരു ബ്ലെസ്സിങ് ആണ് എല്ലാ ക്രിയേഷനും. അപ്പോൾ സോ ഹി ഓൺലി നോസ്, ഗോഡിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെപ്പോൾ ഓരോ കാര്യം ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈം ലൈനിലുള്ള ഒരു റാപ്പിൻ്റെ ഒരു എഴുത്താണ് ഇപ്പം കഴിഞ്ഞത്. അപ്പം ഞാൻ ഇതൊന്നും പറയാനല്ല വന്നിരിക്കുന്നത്. കുക്കറിൻ്റെ സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ആൻസൈറ്റിയിലാണ്, എപ്പോഴാണ് അതിൻ്റെ സൗണ്ട് വരുന്നത്. ഞാനപ്പം വന്നത് ഇതൊന്നും പറയാനല്ല മക്കളെ. ഇത് കണ്ടു, നമ്മുടെ ഇനി ട്രെൻഡിൻ്റെ ഇത് ആർട്ട് ഓഫ് സെൽഫ് തെറാപ്പി. ഞാൻ കുറേ ദിവസമായി ഞാനിത് തീരണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഹീലിംഗ് ജേർണി അല്ലെങ്കിൽ ഒരു തെറാപ്പിയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ജേർണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ട്രെമൻഡസ് എനർജി തരുന്ന ബുക്കാണ് ദ ആർട്ട് ഓഫ് സെൽഫ് തെറാപ്പി. അങ്ങനെയുള്ളവർ മാത്രമല്ല കേട്ടോ, സോറി അഗെയിൻ, അങ്ങനെയുള്ളവർ മാത്രമല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും. കാരണം എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ നീഡ്സ് ഒക്കെ മെറ്റ് ചെയ്യുക ഈസ് എ വെരി ഗ്രേറ്റ് തിങ്. നമ്മൾ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് അറിയാതെ പോയിരിക്കുന്ന നമ്മളുടെ തന്നെ ചില കയ്യൊപ്പുകളുണ്ട്, നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ കുറച്ച് അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ബുക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്
അത് മീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പലതരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിൽ ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പാറ്റേൺ ഒക്കെ എങ്ങനെ നമുക്ക് കോൺഷ്യസ്ലി മാറ്റാൻ സാധിക്കും, അതേപോലെ തന്നെ എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഡിഫറെന്റ് ഒരു 1000 മുഖങ്ങളില്ലേ. ഇപ്പൊ ഇതിലിപ്പോ ഒരു അസൂയുള്ള ഞാൻ, അതിനെയൊക്കെ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ ദേഷ്യമുള്ള ഞാൻ സപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. ബട്ട് ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെ സപ്രസ് ചെയ്യാണ്ട് എല്ലാവരും നല്ല വെൽക്കം ചെയ്ത് ഒരു കസേരയൊക്കെ പിടിച്ചിരുത്തി ഇതും ഞാനാണ് അതും ഞാനാണ് എന്ന് മനസ്സിലാക്കി ഒരു ഹാർമോണിയസ് ആയിട്ട് ഒരു ബാലൻസിൽ എങ്ങനെ പോകാമെന്ന് ഈ ബുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഒത്തിരി 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 കാര്യങ്ങൾ ഈ ബുക്ക് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ more such book reviews and good night.